ഹലോ കിസാൻ റോളസിലേക്ക് സ്വാഗതം. നമ്മുടെ വീട് നമ്മുടെ ചെന്നൈയിലുള്ള MGRൻ്റെയും ജയലളിതയുടെയും മെമ്മോറിയൽ കോംപ്ലക്സിൻ്റെ അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ്. ഈ മെമ്മോറിയൽ കോംപ്ലക്സ് വന്നിട്ട് നമ്മുടെ ചെന്നൈയിലുള്ള മറീന ബീച്ചിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഇതിൻ്റെ മെമ്മോറിയൽ കോംപ്ലക്സ് ഉള്ളത്. ഇതൊരു വലിയൊരു സ്പേസ് ആയിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. ഇവിടെയാണ് നമ്മുടെ ജയലളിതയെയും MGRനെയും അടക്കിയിട്ടുള്ള സ്പേസ് ഇവിടെയാണ്. ഇവിടെ നമുക്ക് രാവിലെ 9 മണി മുതൽ രാത്രി 9:30 വരെ നമുക്കിതിൻ്റെ അകത്ത് കയറാവുന്നതാണ്. ഇവിടെ കംപ്ലീറ്റ് പോലീസ് സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിതിൻ്റെ അകത്ത് കയറുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ തമിഴ് സിനിമയിൽ ഫേമസ് ആയിട്ടുള്ള MGRൻ്റെയും ജയലളിതയുടെയൊക്കെ അടക്കിയിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഇവരുടെ ഒരു മ്യൂസിയം പോലെ അവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മൾ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ അകത്ത് കയറാനായിട്ട് പ്രത്യേകിച്ച് എൻട്രി പാസ് ഒന്നും ആവശ്യമില്ല. നമുക്കിതിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ ഇവിടെ ആദ്യമായിട്ട് നമുക്കിവിടെ ജയലളിതയുടെയും MGRൻ്റെയും 2 സ്റ്റാച്യൂസ് നമുക്കിവിടെ കാണാം. അവർ ജനിച്ച വർഷവും അവർ മരണപ്പെട്ട ദിവസമൊക്കെ നമുക്ക് ആ സ്റ്റാച്യൂവിൽ കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ആ കാണുന്ന ബിൽഡിങ്ങിലാണ് ജയലളിതയുടെ MGRൻ്റെയും മ്യൂസിയം അവർ ചെയ്തിട്ടുള്ളത്. ഇവിടെയാണ് നമ്മൾ നേരെ പോകുന്നിടത്താണ് അവരുടെ ഒരു കല്ലറയും കാര്യങ്ങളൊക്കെ ഉള്ളത്. MGRനെ ഇവിടെ സംസ്കാരം ചെയ്തത് 1987 ഡിസംബർ 25-ാം തീയതിയാണ്. ജയലളിതനെ ഇവിടെ സംസ്കാരം ചെയ്തത് ഡിസംബർ 6-ാം തീയതി 2016-ലാണ്. പിന്നെ നമ്മളിവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് MGRൻ്റെ ജയലളിതയുടെ അടുത്ത് ഇറ്റേണൽ ഫ്ലെയിംസ് അവരിവിടെ കത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്കിവിടെ ഇരിക്കാവുന്നതാണ്. കുറച്ച് ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാനും പറ്റും. ഇവിടുന്ന് നേരെ ഓപ്പോസിറ്റായിട്ട് നമ്മളെ മറീന ബീച്ചിൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ്. നമ്മളിവിടെ വന്ന് കയറുമ്പോഴത്തേക്കും ആദ്യം കാണുന്നത് MGRൻ്റെ ഒരു സംസ്കാരം കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ എപ്പോഴും പൂക്കളും ഇതൊക്കെ ഇട്ട് അവർ വെച്ചിട്ടുണ്ട്. MGRൻ്റെ ഫോട്ടോയിൻ്റെ അടുത്ത് കാണാം. ഇവിടെ തന്നെ നമ്മൾ തിരിച്ച് വന്ന വഴി നേരെ നോക്കുമ്പോഴത്തേക്കും ആ കാണുന്ന ആ ഒരു ബിൽഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെ മദ്രാസ് യൂണിവേഴ്സിറ്റിയാണ്. അതിന് നേരെ ഫ്രണ്ടിലായിട്ടാണ് ഈ മെമ്മോറിയൽ ഉള്ളത്. ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് ജയലളിതയുടെ മെമ്മോറിയൽ കാണാം. ജയലളിതയുടെ സംസ്കാരം ചെയ്തിരിക്കുന്ന സ്ഥലമാണ്. ഇവിടെയും അവരും ബ്ലാക്ക് മാർബിൾ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ അകത്താണ് ജയലളിതയുടെ സംസ്കാരം ചെയ്തിട്ടുള്ള പ്ലേസ് ഉള്ളത്. ഇത് പോകുന്ന രണ്ടിടത്ത് ഒരു ചെറിയൊരു പാലം പോലെ അവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് വെള്ളമൊക്കെ നിറച്ചിട്ടുണ്ട്. വെള്ളവും മീനൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. ഞാൻ പോയ സമയത്ത് അവർ ക്ലീനിങ് ആയിരുന്നു. കാണുന്നതാണ് ജയലളിതയുടെ സംസ്കാരം ചെയ്തിരിക്കുന്ന ആ ഒരു പ്ലേസ്. ഇവിടെ നമുക്ക് ഇറ്റേണൽ ഫ്ലെയിംസ് നമുക്ക് അവിടെ കാണാവുന്നതാണ്. പിന്നെ ഇതും ഒരു ബ്ലാക്ക് മാർബിളിലാണ് ചെയ്തിട്ടുള്ളത്. ഈ ജയലളിതയുടെ സ്റ്റോണിൽ വന്നിട്ട് ഒരു വേർഡ്സ് എഴുതി വെച്ചിട്ടുണ്ട്, ബൈ ദ പീപ്പിൾ ഫോർ ദ പീപ്പിൾ എന്ന്. പിന്നെ ഇത് ജയലളിത ജനിച്ച വർഷവും മരിച്ച ദിവസമൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാവുന്നതാണ്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ പ്രധാന കാഴ്ചകൾ. അപ്പോൾ എല്ലാവരും ചെന്നൈയിൽ വരികയാണെങ്കിൽ MGRൻ്റെ ജയലളിതയുടെ ഈ മെമ്മോറിയൽ പ്ലേസും കൂടെ വിസിറ്റ് ചെയ്യാൻ നോക്കുക. മുൻ തമിഴ്നാടായിട്ടുള്ള ചീഫ് മിനിസ്റ്ററും ആക്ടറും തമ്മിലുള്ള അവരുടെ മെമ്മോറിയൽ പ്ലേസും കൂടെയാണ്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്കപ്പോൾ അടുത്ത വീഡിയോ കാണാം.